ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ വീണ്ടും കുറേ നാൾക്ക് ശേഷം നമ്മൾ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് FC മൊബൈലിൻ്റെ. നമ്മൾ കുറേ നാളെ വീഡിയോ കിട്ടപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അറിയിക്കും, ഞാനൊരു പോർച്ചുഗലിന് ഒരു സൈസ് വീഡിയോ ഇട്ടായിരുന്നു. അതുപോലെ ഒരു മാനേജർ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ബാർസയുടെ ഞാൻ ഇടാൻ പോവാണ്. ബാർസയുടെ അത് യൂറോയിലായിരുന്നു, ഇത് UCL. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്നൊക്കെ വരി നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഇത് പരിപാടി എന്തൊക്കെ വെച്ചാൽ ഇതൊക്കെ തന്നെയാണ്. ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ബാർസലോണ എടുത്ത് നമുക്ക് കപ്പടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് നിൽക്കിയാൽ നിങ്ങൾക്ക് ഇടുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് നമ്മൾ ബാർസയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് അറിയാം, റിയൽ ലൈഫ് ബാർസയും ബെൻഫീക്കയായിട്ടുള്ള കളി ബാർസ ജയിച്ചു. ബട്ട് നമ്മൾ മൊബൈലിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം, ഞാൻ കുറേ മുമ്പ് ഒരു പോർച്ചുഗലിൻ്റെ യൂറോയിലായിരുന്നു, അന്ന് ഞാൻ ചെയ്തായിരുന്നു. അതുപോലത്തെ ഒരു വീഡിയോ ആണ് ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 10 ആണ്. എല്ലാം അടിച്ചു പൊട്ടിച്ചേക്കുക. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 100 തോന്നുന്നു. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾക്ക് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ടീമിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് ടീം. ഇവരെയൊക്കെ അറിയായിരിക്കും, എന്നാലും എനിക്ക് അത്യാവശ്യമൊക്കെ അറിയാം. ആൻഡ് നമുക്ക് ഇനാക്കി പിന്നെ മാറ്റി സെക്സ്നീഡ് ഇടാം. ആൻഡ് ഓട്ടോമാറ്റിക് മാറ്റാം. പിന്നെ ആരാ, അറാഹോനിടാം. റിസേർവിൽ അത്ര നല്ല പ്ലേസൊന്നുമില്ല, എന്നാലും നമുക്ക് ഇവനങ്ങ് ഇട്ടേക്കാം. ആരാ മാറ്റണം? ഫെർമീനെ മാറ്റാം. ആൻഡ് ദിസ് ഈസ് അവർ ടീം. ആൻഡ് നിങ്ങൾക്കറിയാം, ലെവൻഡോസ്കി, യാമീൻ, റഫീനിയ, പെഡ്രി, ഡാനി ഓൾമോ. നിങ്ങൾക്കറിയാം, ഞാൻ പിന്നെ പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യം കാണില്ലായിരിക്കും. ആൻഡ് ഫോർമേഷൻ ഇത് തന്നെ മതി. നമുക്ക് ടീമിലോട്ട് പോയിട്ട് ക്യാപ്റ്റൻ നമുക്ക് ആരാകാം? അറാഹോനാക്കാം, അതായിരിക്കും നല്ലത്. റിയൽ ലൈഫിൽ അറാഹോ ആണെന്ന് തന്നെ എൻ്റെ വിശ്വാസം. ഷോർട്ട് ഫ്രീ കിക്ക് നമുക്ക് റഫീനെ ആക്കാം. റഫീന് വേണോ? യമാൽ അല്ല, വേണ്ട യമാലാക്കാം. അയ്യോ, യമാലല്ല, താഴെ യമാൽ. ഓക്കെ, യമാലാക്കാം. ലോങ് ഫ്രീ കിക്ക് നമുക്ക് റഫീനെ ആക്കാം. ആൻഡ് ലെഫ്റ്റ് റൈറ്റ് കൊടുക്കണ്ട, നമുക്ക് ലെഫ്റ്റിൽ ആരെ ആക്കണം? ഐ തിങ്ക് പെഡ്രീനെ ആക്കാം നമുക്ക്. ആൻഡ് പെനാൽറ്റി ലെവൻഡോസ്കി, അത് തന്നെ മതി. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ടീം. ആൻഡ് നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണും. ഓക്കെ, എന്നാൽ നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ എത്രയും ടീംസ് ഉണ്ട് നിങ്ങളിതൊക്കെ അറിഞ്ഞായിരിക്കും. ആൻഡ് നമ്മൾ ബെൻഫീക്കയാണ് നമ്മൾ മുട്ടാൻ പോണത്. അപ്പം നമുക്ക് നേരെ കളിയിലോട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്തേക്ക്. ബെൻഫീക്കയായിട്ട് നമുക്ക് കളിക്കാം. നമ്മൾ കളിക്കുകയാണ് ബെൻഫീക്കയായിട്ട്. നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം കാണുന്നത് ഇതാണ് ബെൻഫീക്ക ടീം. നമ്മുടെ ടീം ഓൾറെഡി നിങ്ങൾ കണ്ടതാണ്. ഓക്കെ, അപ്പം ഡയറക്റ്റായിട്ട് നമുക്ക് കളിയിലോട്ട് തന്നെ കളിക്കാം. പ്ലീസ്, അപ്പം ഞാൻ നിങ്ങൾ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. നല്ല നല്ല അവസരങ്ങളൊക്കെ ഉള്ളപ്പം കാണിക്കാം. പ്ലീസ്, ബോളും കൊണ്ടുപോകുന്നു ലെവൻഡോസ്കി ടു യമീൻ യമാലിൻ്റെ പാസ്. ആൻഡ് ലെവൻഡോസ്കി ഷോട്ട്, ബട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്തേക്കുവാണ്. ആൻഡ് റഫീനെ ബാക്കിലോട്ട് പോകുന്നുണ്ട്, ബട്ട് കിട്ടുന്നില്ല. ഏഞ്ചൽ ഡീമരെ കൊണ്ടുപോകുന്നുണ്ട്. അറാവിന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് പാസ്, ഓഫ് ദ ക്രോസ് ബാർ, ആരടിച്ച് ഞാൻ കണ്ടില്ല. ആൻഡ് സെക്സ്നി ബോൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു മുന്നേറ്റം. എന്താ പറഞ്ഞുകൂടാ, ഞാൻ ആ പ്ലെയറിനെ കണ്ടില്ല. ആരെന്ന് ഞാൻ മറന്നുപോയി. പുറത്തേക്ക് അടിച്ചു തന്നിട്ടുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞുകൂടാ, അത്ര നല്ല അവസരം കിട്ടിയിട്ടും കൊണ്ടുപോകുന്നു. പാസ്റ്റ് ഡാനി ഓൾമോ കുറേ എടുക്കുന്നു. ആൻഡ് ഫിനിഷ് ഷോട്ട് ആൻഡ് ഗോൾ ഫ്രം ദ ഫസ്റ്റ് ഗോൾ ഓഫ് ഡാനി ഓൾമോ. ഫസ്റ്റ് ഗോളാണ് നമ്മൾ ബാർസയെ കളിച്ചിട്ട് ഇപ്പോൾ കളിക്കുന്ന ഫസ്റ്റ് ഗോളാണ്. ഡാനി ഓൾമോ അതിനെ അടിച്ചിട്ടുണ്ട്. ആൻഡ് വാട്ട് എ ഗോൾ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് 1-0 നമ്മളിപ്പോൾ ലീഡിലാണ്. അഗെയിൻ റഫീന ടു ലെവൻഡോസ്കി നല്ലൊരു ബോൾ. ആൻഡ് റഫീനയിലോട്ട് എത്തി, ബട്ട് കാര്യമൊന്നും ഉണ്ടായില്ല. ആൻഡ് ഫസ്റ്റ് ഹാഫ് തീർന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൽ 1-0 ഫസ്റ്റ് ലെഗിൽ. ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷനൊന്നും ഇപ്പോൾ നടത്തണ്ടെന്നാണ്
ലെവൻഡോസ്കിയും ബാക്കോട്ട് കൊടുക്കുകയാണ്. ഫുൾ ഡിഫൻഡേഴ്സാണ് ലെവൻഡോസ്കി. ഞാനത് പെഡ്രിയിലോട്ട് കൊടുക്കാനാണ് കാണിച്ചത്. ബട്ട് ലെവൻഡോസ്കി എനിക്ക് അറിഞ്ഞുകൂടാ എന്തിനാണ് റഫീനിലോട്ട് കൊടുത്തത്. നല്ല മുന്നേറ്റുണ്ടാവും അവരുടെ നിന്ന് ക്രോസ് കൊടുക്കായിരിക്കും. അതിന് മുമ്പേ തന്നെ മാർട്ടിനസ് സേവ് ക്ലിയർ ചെയ്തു. ബട്ട് ഗുഡ് പാസ് അല്ലായിരുന്നു. എന്നിട്ടും സെക്സ്നി കൈവിടുന്നില്ല. ആൻഡ് പാസ് ടു ഡാനി ഓൾമോ, ബാക്ക് ടു പെഡ്രിയുടെ ഫീനൽ ഷോട്ട് ആൻഡ് ഗോളാസോ. ആൻഡ് എനിക്ക് തോന്നുന്നത് ബാർസയുടെ കളിക്കുമ്പോൾ കൗണ്ടർ അറ്റാക്കിൽ ഓടിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ആൻഡ് 2-0 ഫസ്റ്റിലേക്ക് തന്നെ അത്യാവശ്യം ഒരു ലീഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ചുമ്മാ അടിച്ചൊക്കെയാണ് കിട്ടുമെന്ന് പറഞ്ഞുകൂടായിരുന്നു. എന്നാലും നല്ല ഗോൾ. ആൻഡ് ഇനിയും തുടരുവാണ്. ക്രോസ് ബട്ട് എക്സ്നി കൈ തന്നെ പിടിച്ചേക്കുവാണ്. അത് വേറെ കൊടുക്കാനാണ് കാണിച്ചത്. എന്താണെന്നുണ്ടോ. ആൻഡ് ഒരു കൗണ്ടർ അറ്റാക്ക് വേണം പറയാം. 87 മിനിറ്റായി, എന്നാലും ഒരു ലീഡാണ്. ആൻഡ് അവിടെ നിന്നൊരു നല്ല അറ്റാക്കുണ്ട്. വാട്ട് എ ക്രോസ്. ബട്ട് അത് ആരാകെ കളഞ്ഞാലും കണ്ടില്ല. എന്തായാലും നല്ലൊരു ഡിഫെൻഡിങ് ആയിരുന്നു. അല്ലാതെ തന്നെ ഫസ്റ്റ് ഹാഫും പോട്ടെ, ഫസ്റ്റിലേക്ക് തീരുന്നു 2-0 നമ്മൾ ലീഡിങ്ങിലാണ്. അപ്പോൾ സെക്കൻഡ് ലെഗിന് വേണ്ടി നമുക്ക് നോക്കാം. നമുക്ക് നേരെ സെക്കൻഡ് ലെഗിലോട്ട് കിടക്കാം. അവരുടെ ടീമിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് നമുക്ക് ഡയറക്റ്റ് മാച്ചിലോട്ട് കിടക്കാം. ഇച്ചിരി മുമ്പ് കാണിച്ച പോലെ തന്നെ എന്തെങ്കിലും നല്ല നല്ല അവസരം വരുവാണെങ്കിൽ മാത്രം ഞാൻ കാണിച്ചു തരാം. ആൻഡ് ബാക്കോട്ട് എടുക്കുവാണ്. ആൻഡ് പാസ് ആൻഡ് ഡാനി ഓൾമോയുടെ ഷോട്ട് ബട്ട് ബ്ലോക്ക് ആവുകയാണ്. ലെവൻഡോസ്കി ഓൾറെഡി ഓഫ് സൈഡിലായിരുന്നു. എന്നാലും നൈസ് ഷോട്ട് ബൈ ഡാനി ഓൾമോ കട്ടിങ് സൈഡ് ചെയ്യുന്നു. ഡാനി ഓൾമോ ഒരു ഹെവി ടച്ച് എടുക്കുന്നു. ആൻഡ് ബോൾ പോകുന്നു. റഫീന ടു ലെവൻഡോസ്കി ഒരു ത്രൂ ബോൾ. ആൻഡ് യമാലിലോട്ട് എത്താൻ സാധിച്ചില്ല. ലെവൻഡോസ്കിലോട്ട് ബോൾ കൊടുക്കുന്നുണ്ട്. ലെവൻഡോസ്കി ടു ഡാനി ഓൾമോ ടു റഫീന കട്ട് ചെയ്ത് ഒരു ഫിനിഷ് ഷോട്ട് അടിക്കുന്നു. ആൻഡ് വാട്ട് എ ഗോൾ ബൈ റഫീന. ആൻഡ് നമ്മൾ 3-0 നമ്മൾ ജയിച്ചേക്കാണ്. 3-0 ഫസ്റ്റ് ഹാഫിൻ്റെ ലാസ്റ്റ് മിനിറ്റ് എന്ന് പറയായിരുന്നു. 3 മിനിറ്റ്സ് ആർ ആഡ് ഓൺ ടൈം. എന്തായാലും ഫസ്റ്റ് ഹാഫ് ഇവിടെ തന്നെ അവസാനിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഫസ്റ്റ് ഹാഫ് തീർന്നിരിക്കുകയാണ്. നമുക്ക് സെക്കൻഡ് ഹാഫിൽ എന്തായാലും പിടിക്കണം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും നടത്തണമെന്ന് വെച്ചൊക്കെ പെഡ്രിനെ കൊണ്ടുവരാം, വേറെ ഒന്നും കൊണ്ടുവന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് നമ്മൾക്ക് ബാക്കിയുടെ കളിക്കാം. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. യമാൽ കട്ടിങ് സൈഡ് ആൻഡ് ദ ഷോട്ട് കെറുവായില്ല. എന്തായാലും നൈസ് ഷോട്ട്. പാസ് കൊടുത്തിട്ടുണ്ട്. റഫീന കട്ടിങ് സൈഡ് ചെയ്യാൻ സ്കില്ലൊക്കെയാണ് കാണിക്കുന്നത്. അവിടെ യമീൽ ഫ്രീ ആണ്. ഞാൻ യമീലോട്ട് കൊടുത്ത പാസ്സാണ്. ബട്ട് ലെവൻഡോസ്കി ഫ്രീ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ലെവൻഡോസ്കി ടു ഗോൾ. ആൻഡ് വാട്ട് എ ഗോൾ. 4-0 ഇനിയൊക്കെ ജയിക്കുന്നത് അവർ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമൻറ്റ് ബിലോ. അറ്റംപ്റ്റാണ്. നമുക്ക് സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അങ്ങോട്ടേക്ക് കയറുന്ന തോന്നുന്നില്ല. അവിടെ ഞാൻ ചുമ്മാ ഷോട്ട് അടിച്ച് നോക്കി. ബട്ട് ഒന്നും നടന്നില്ല. എന്തായാലും സെക്കൻഡ് ലെഗും തീരണു. 4-0 ഈ മത്സരം 2 ഗോൾ അടിച്ചു. ബട്ട് ബെൻഫീക്കയ്ക്ക് ഒരു ഷോട്ട് പോലും അടിക്കാൻ സാധിച്ചില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഐ തിങ്ക് യെസ്, ഒരു ഷോട്ട് പോലും അടിക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ മത്സരത്തിൽ ഇച്ചിരെല്ലാം നന്നായിട്ട് ത്രൂ ബോൾസൊക്കെ ഇട്ടായിരുന്നു. നമ്മളങ്ങനെ എത്തിയതുകൊണ്ട് നമ്മൾ 4-0 നമ്മൾ കളി ജയിച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത മത്സരം ലോസ് ആയിട്ടാണ് നമ്മളിത് മാക്സിമം ജയിക്കാൻ നോക്കണം. എനിക്ക് തോന്നുന്നത് ഈ ടീമിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു മറ്റേ എംബാപ്പയുടെ അനിയൻ കളിക്കുന്നത്. നമുക്ക് നോക്കാം. ആൻഡ് നമുക്ക് ഈ ഗെയിം കളിച്ചേക്കാം. പിന്നെ മാറ്റുന്നില്ല, നേരെ നമ്മൾ കളിയിലോട്ട് തന്നെ കിടക്കാം. അപ്പോൾ കളിയിലോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് ഈ പ്ലേയേഴ്സിന് അറിഞ്ഞുകൂടാ. നമ്മുടെ ടീം സെയിം ആണ്. എംബാപ്പയുടെ ഒന്നോ കണ്ണൂടാ, എന്നാലും ഫസ്റ്റ് 11 ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് നമുക്ക് ഡയറക്റ്റ് കളിയിലോട്ട് തന്നെ കൊടുക്കാം. ഈ കളിയുടെ എത്ര ഗോളാണെന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തു. ഓടിച്ചൊക്കിട്ട് നിങ്ങൾ ചെയ്യല്. ഇപ്പം തന്നെ ഇത് നമുക്ക് ജയിച്ചോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തേക്കും. അവരുടെ ഒരു ഷോട്ട് ബട്ട് ഒന്നും നടന്നില്ല. ഒരു വീക്ക് ഷോട്ടായിരുന്നു, എന്നാലും ഓൺ ടാർഗറ്റ് ആയിട്ടുണ്ട്. അവസാനം ലെവൻഡോസ്കി ജയിക്കുന്നതുകൊണ്ട് ആൻഡ് ലെവൻഡോസ്കി ഫിനിഷ് ഷോട്ട് അടിക്കുന്നു. ആൻഡ് ലെവൻഡോസ്കി ഹാസ് സ്കോർഡ് ഇറ്റ്. ആൻഡ് ലെവൻഡോസ്കി ഗോൾ നേടിയിരിക്കുകയാണ്.
ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നതായിരുന്നു. വീണ്ടും നമ്മൾ കൗണ്ടർ അറ്റാക്ക് ചെയ്താണ് നമ്മൾ ഗോള് അടിച്ചത്. ആൻഡ് വാട്ട് എ ഗോൾ. ആൻഡ് ക്വിസ് ഔട്ട് നല്ല അവസരം. ഐ തിങ്ക് ഇറ്റ്സ് എ ഫൗൾ, ബട്ട് നല്ലത് നമുക്ക് പ്ലെയറിനെ ഇവിടെ കൊണ്ടുവച്ചേക്കാം. ആൻഡ് അവർക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പറ്റിയില്ല. ബട്ട് അത് ക്രോസ് കൊടുക്കാൻ നോക്കി പറ്റിയില്ല. വീണ്ടും കൗണ്ടർ അറ്റാക്ക്. ആൻഡ് ക്വിസ് ഫസ്റ്റ് ഹാഫ് നമ്മളൊരു ചാൻസ് ചെയ്തിട്ടുണ്ട്. യമീൻ യമൽ നിന്ന് ഷോട്ട് അടിച്ച് നോക്കാം. യമീൻ യമൽ, ഓ മൈ ഗാഡ്, വാട്ട് എ ഗോൾ ബൈ യമീൻ യമൽ. ഫസ്റ്റ് ഹാഫ് തീരണതിന് മുമ്പ് വാട്ട് എ ഗോൾ. 2 ഗോൾ അടിച്ച ലീഡിലാണ്. ആൻഡ് വാട്ട് എ ഗോൾ. ഞാൻ ചുമ്മാ അടിച്ച് നോക്കിയതാണ്, സംഭവം കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ഹാഫ് തീരണതിന് മുമ്പ് 2 ഗോൾ ലീഡിലുണ്ട്. ആൻഡ് ഫസ്റ്റ് ഹാഫിൻ സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെ നടക്കും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഡിഫൻഡീവ് മിസ്റ്റേക്കാണ്. ബട്ട് കുണ്ടെ അതൊന്നും ഭാഗമാക്കുന്നില്ല. നമ്മൾ വീണ്ടും റഫീനയുടെ ഒരു ഷോട്ട്, ബട്ട് ഡയറക്റ്റ് ഗോൾ കീപ്പറിലോട്ടായിരുന്നു ഇതിൻ്റെ മുന്നേറ്റം. ബട്ട് ആർക്കൊന്നും നടക്കാൻ പറ്റില്ല. കൗണ്ടർ അറ്റാക്കുകൾ നമുക്ക് നടക്കാൻ പറ്റുമോ? ഡാനിയൽ മറ്റു ലെവൻഡോസ്കി ഇച്ചിരി നീണ്ടുപോയി, കിട്ടുമോ എനിക്ക് തോന്നുന്നില്ല. കിട്ടി. ആൻഡ് ബാക്ക് ടു പെഡ്രിയുടെ ഷോട്ട്, വാട്ട് എ സേവ്. ആൻഡ് കോർണർ കിട്ടിയിട്ടുണ്ട്. ആൻഡ് കോർണറിൽ നിന്ന് ഗോളൊന്നും അടിക്കാൻ പറ്റിയില്ല. ആൻഡ് 80 മിനിറ്റ് കടന്നു പോയിട്ടുണ്ട്. ആൻഡ് അവരുടെ ഒരു കൗണ്ടർ അറ്റാക്ക് മിസ്. വാട്ട പാസ്, ബട്ട് അതാരെ ബാളുടെ ആണെന്ന് തോന്നുന്നു. ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്ന് അവർക്ക് വീണ്ടും കിട്ടും, സെക്കൻഡ് ബോൾ കിട്ടുന്നു. ബട്ട് ഡിഫൻസിന് അതൊന്നൊരു പുത്തിരിയല്ല. വീണ്ടും നമ്മൾ എടുത്തിരിക്കുന്നുണ്ട്. 89 മിനിറ്റ് ലാസ്റ്റ് ചാൻസ്, എക്സ്ട്രാ ടൈമൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ അറ്റംപ്റ്റ് ഒന്നും നടത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ 2-0 ഫസ്റ്റ് ലെഗിൽ നമ്മൾ ലീഡ് എടുത്തിട്ടുണ്ട്. നല്ല പാടായിരുന്നു. ഇവർ നന്നായിട്ട് കളിയുന്നുണ്ട്. ബെൻഫിക്കയുടെ കളിക്കുന്നില്ലെങ്കിലും നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുള്ളൂ. ഫസ്റ്റ് ലെഗിൽ നമ്മൾ 2-0 ലീഡ് എടുത്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് ലെഗ് കളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സെക്കൻഡ് ലെഗിന് വേണ്ടി കാത്തിരിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലേക്കോട് നോക്കിക്കോട്ടെ. അടിച്ചു പിടിച്ചേക്ക് എല്ലാം നോക്കിയേക്കാം. ഡിസ്ലൈക്ക് മാത്രമല്ല, അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. ആൻഡ് നമുക്ക് സെക്കൻഡ് ലെഗിന് വേണ്ടി നിങ്ങൾ അടുത്ത എപ്പിസോഡ് കാത്തിരിക്കുക. ആൻഡ് അപ്പോസ് 2.0 signing out. Maybe see you guys next episode. Love you all. Take care. Ta-ta.